ഫ്രണ്ട്സ്, സ്റ്റഡി ടെക്സിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് പഠിപ്പിക്കാൻ പോകുന്നത് എന്താണ്, മാട്രിക്സിലെ 4ാമത്തെ പാർട്ടാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. മാട്രിക്സിലെ 3 പാർട്ടുകൾ ഇതുവരെ നമ്മൾ അപ്ലോഡ് ചെയ്തു, നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. അത് കണ്ടതിന് ശേഷം മാത്രമേ മാട്രിക്സിൻ്റെ 4ാമത്തെ പാർട്ടായി ഇത് നിങ്ങൾ കാണാൻ പാടുള്ളൂ. വളരെ ഇമോഷണലായ ഭാഗങ്ങളാണ് ഇന്നിവിടെ പഠിക്കാൻ പോകുന്നത്. 2 തിയറംസും അങ്ങനെ കുറച്ച് സിമ്പിളായ കാര്യങ്ങളാണ് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ചാപ്റ്ററിലേക്ക് എന്ത് ചെയ്യാം, കിടക്കാം. അപ്പോൾ 4ാമത്തെ പാർട്ടിലെ ഫസ്റ്റ് പോർഷൻ നമുക്ക് നോക്കാം. ട്രാൻസ്പോസ് ഓഫ് മാട്രിക്സ്. ട്രാൻസ്പോസ് ഓഫ് മാട്രിക്സ് ഇതാണ് ട്രാൻസ്പോസ് ഓഫ് മാട്രിക്സ് ആണ് നമ്മൾ പറയുന്നത്. ഇത് നമുക്ക് എങ്ങനെയൊക്കെ ഡിനോട്ട് ചെയ്യാൻ അറിയാം. ട്രാൻസ്പോസ് രജിസ്റ്റർ ചെയ്താൽ തീട എങ്കിൽ ഇതിനൊരു ഡാഷായി. അപ്പോൾ ഈ ട്രാൻസ്പോസ് ഓഫ് മെട്രിക്സ് എന്താണെന്ന് പറയാം, റോസും കോളംസും എന്ത് ചെയ്യുക, ഇൻ്റർചേഞ്ച് ചെയ്യുക. ഈ ട്രാൻസ്പോസ് ഓഫ് മെട്രിക്സ് എന്ന് പറഞ്ഞാൽ തന്നെ റോസും കോളംസും എന്ത് ചെയ്യുക, ഇൻ്റർചേഞ്ച് ചെയ്യുന്നതാണ് ട്രാൻസ്പോസ് ഓഫ് മെട്രിക്സ്. ട്രാൻസ്പോസ് ഓഫ് മെട്രിക്സ് എന്ത് ചെയ്യുക, കോളവും റോസും എന്ത് ചെയ്യുക, അങ്ങോട്ടും ഇങ്ങോട്ടും ചേഞ്ച് ചെയ്യുന്നതിനാണ് ട്രാൻസ്പോസ് ഓഫ് മെട്രിക്സ് എന്ന് പറയുന്നത്. നമുക്കൊരു എക്സാമ്പിൾ നോക്കുമ്പോൾ അത് കൂടുതലായി വിശദമായി മനസ്സിലാവും. ഓക്കെ, അപ്പോൾ നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. എക്സാമ്പിൾ നോക്കൂ. എസ് ഈക്വൽ ടു 2 - 3 4 5. ദെൻ എ ഡാഷ് എന്ത് കാരണം, എ ഡാഷ് മീൻസ് എ ട്രാൻസ്പോസ് എന്ത് കാരണം, കോളവും റോസും ഇൻ്റർചേഞ്ച് ചെയ്യാം. അപ്പോൾ ഈ കോളം നമുക്ക് എന്ത് ചെയ്യാം, റോ ആക്കിയിടാം. ഈ കോളം നമുക്ക് എന്ത് ചെയ്യാം, റോ ആക്കിയിടാം. പിന്നെ 2 - 3, ഈ കോളം നമുക്ക് റോസ് ആക്കിയിടാം. 4 5. ഇതാണ് ഈ ട്രാൻസ്പോസ് എന്ന് പറഞ്ഞാൽ ഈ കോളവും ഇതും ഇൻ്റർചേഞ്ച് ചെയ്യുക. പിന്നെ വേറൊരു എക്സാമ്പിൾ നമുക്ക് നോക്കാം. എസ് ഈക്വൽ ടു 1 0 - 1. ട്രാൻസ്പോസ് എന്ത് ചെയ്യാം, റോളും റോയും ആകെ റോളും 3 കോളുണ്ട്, ആകെ റോൾ. ഈ റോളിന് ഇൻ്റർചേഞ്ച് ചെയ്ത് എങ്ങനെയൊക്കെ എഴുതാം. വേറൊരു എക്സാമ്പിൾ നമുക്ക് നോക്കാം. 1 2 3 4 5 6. ഇതിന് നമുക്ക് എങ്ങനെ ഇൻ്റർചേഞ്ച് ചെയ്യാം, സിമ്പിളാണ് ഇത് ഇൻ്റർചേഞ്ച് ചെയ്യാൻ. ട്രാൻസ്പോസ് എന്ത് ചെയ്താൽ ഈ കോളത്തിനെ റോ ആക്കി ചെയ്താൽ 1 4, ഈ കോളത്തിനെ റോ ആക്കി ചെയ്താൽ 2 5, ഈ കോളത്തിനെ റോ ആക്കി ചെയ്താൽ 3 6. ഇതാണ് ഈ ട്രാൻസ്പോസ്. അതായത് ഇന്റർചേഞ്ച് ഓഫ് കോളം ആൻഡ് റോസ്. കോളത്തിനെ റോവാണ് എന്ത് ചെയ്യുക, ഇന്റർചേഞ്ച് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ട്രാൻസ്പോസ് എന്ന് പറയുന്നത്. ട്രാൻസ്പോസ് അങ്ങനെ ഇല്ല. അപ്പോൾ നമുക്ക് കുറച്ച് ട്രാൻസ്പോസിന്റെ കുറച്ച് എന്ത് എടുക്കാം, പ്രോപ്പർട്ടീസ് എടുക്കാം. ഇതിനെ കുറച്ച് പ്രോപ്പർട്ടീസാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ട്രാൻസ്പോസ് ഓഫ് മെട്രിക്സിന്റെ പ്രോപ്പർട്ടികളാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അത് നമുക്ക് സിമ്പിളാക്കി പഠിക്കാം. ട്രാൻസ്പോസ് ഓഫ് മെട്രിക്സിന്റെ പ്രോപ്പർട്ടീസ് എന്താണെന്ന് വെച്ചാൽ, ഫസ്റ്റ് പ്രോപ്പർട്ടിയാണ് എന്താണെന്ന് പറയുക, ഓൾ ട്രാൻസ്പോസ് ഈക്വൽ ടു എ. അതായത് ട്രാൻസ്പോസ് ഓഫ് മെട്രിക് എ ഇൻറ്റു ട്രാൻസ്പോസിനെ ഒന്നുകൂടി ട്രാൻസ്പോസ് ചെയ്താൽ ഏതിനെ കിട്ടാം. നമുക്ക് സിമ്പിളാക്കി നമുക്കൊരു എക്സാമ്പിളിന് നോക്കാം. അതായത് 1 2 3 4 ഒരു മെട്രിക്സ് ആണ്. ഇതിൻ്റെ ട്രാൻസ്പോസ് എങ്ങനെ ചെയ്താൽ, ട്രാൻസ്പോസ് എങ്ങനെ ചെയ്താൽ 1 3. ഈ കോളത്തെ റോ ആക്കി ചെയ്താൽ 1 3 2 4. ഇതിൻ്റെ ട്രാൻസ്പോസ് എങ്ങനെ ചെയ്താന്ന് വെച്ചാൽ എങ്ങനെ ചെയ്താൽ, നമ്മൾ ഈ കോളത്തെ എന്ത് റോ ആക്കി ചെയ്തു 1 2, ഈ കോളത്തെ റോ ആക്കി ചെയ്തു 1 3 4 ഈക്വൽ ടു ആണ്. അപ്പോൾ ഇതെന്താണ്, ഇത് ശരിയാണ്. ഓക്കെ, അടുത്ത പ്രോപ്പർട്ടിയാണ് കെ ഇൻറ്റു എ ട്രാൻസ്പോസ്. നമുക്ക് എങ്ങനെ എഴുതാം, കെ ഇൻറ്റു എ ട്രാൻസ്പോസ് എന്ന് എഴുതാം. കെ ഇൻറ്റു എ ട്രാൻസ്പോസ് നമുക്ക് എഴുതാം. കെ ഇൻറ്റു എ ട്രാൻസ്പോസും എഴുതാം എന്നാണ് ഇവിടെ നമുക്ക് പറയുന്നത്. മൂന്നാമത്തതാണ് എ പ്ലസ് ഓർ മൈനസ് ബി ട്രാൻസ്പോസ്. നമുക്ക് എങ്ങനെ എഴുതാം, ഇൻഡിവിജ്വലാക്കി എഴുതാം. എ പ്ലസ് ഓർ എ ട്രാൻസ്പോസ് പ്ലസ് ഓർ മൈനസ് ബി ട്രാൻസ്പോസും നമുക്ക് എഴുതാം. ഇതാണ് ഇവിടെ പറയുന്നത്. ഇനി അടുത്തതാണ് എ ബി ട്രാൻസ്പോസ്. നമുക്ക് എഴുതാം, ബി ട്രാൻസ്പോസ് ചെയ്താൽ അങ്ങനെയാക്കി എ ട്രാൻസ്പോസ് ആക്കി ചെയ്താൽ റിവേഴ്സ് ലോ ഓഫ് ട്രാൻസ്പോസ്. ഇതിന് പറയുന്ന പേരാണ് റിവേഴ്സ് ലോ ഓഫ് ട്രാൻസ്പോസ്. ഇതാണ് റിവേഴ്സ് ലോ ഓഫ് ട്രാൻസ്പോസ് ആക്കി നമ്മൾ
പറയുന്നത്. അപ്പോൾ പ്രോപ്പർട്ടീസ് ഓഫ് ട്രാൻസ്പോസ് ആണ് ഇത്. എ ട്രാൻസ്പോസ് ഓഫ് ഓൾ ട്രാൻസ്പോസ് എ ആയിരിക്കും. കെ ഇൻറ്റു എ ഓൾ ട്രാൻസ്പോസ് കെ ഇൻറ്റു എ ട്രാൻസ്പോസ് ആയിരിക്കും. എ പ്ലസ് ഓർ മൈനസ് ബി ട്രാൻസ്പോസ് എ ട്രാൻസ്പോസ് പ്ലസ് ഓർ മൈനസ് ബി ട്രാൻസ്പോസ് ആയിരിക്കും. പിന്നെ റിവേഴ്സ് ലോ ഓഫ് ട്രാൻസ്പോസ് ആയിരിക്കും. എ ബി ഇൻറ്റു ട്രാൻസ്പോസ് ബി ട്രാൻസ്പോസ് ഇൻറ്റു എ ട്രാൻസ്പോസ് ആയിരിക്കും. അപ്പോൾ ഇനി നമുക്ക് പഠിക്കാനുള്ളത് രണ്ടെണ്ണമാണ്, സിമ്മട്രിക് ആൻഡ് സ്ക്യൂ സിമ്മട്രിക്. സിമ്മട്രിക് ആൻഡ് സ്ക്യൂ സിമ്മട്രിക് അങ്ങനെ രണ്ട് പോർഷൻസ് ആണ് നമുക്ക് ഈ പാഠത്തിൽ പഠിക്കാനുള്ളത്. രണ്ട് തിയറവും നമുക്ക് പഠിക്കാനുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ പഠിക്കാൻ പോകുന്നത് സിമ്മട്രിക് ആൻഡ് സ്ക്യൂ സിമ്മട്രിക്. സിമ്മട്രിക്കും സ്ക്യൂ സിമ്മട്രിക്കും ആണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. സിമ്മട്രിക് എന്നാൽ എന്താ പറയുക, നമ്മളിപ്പോൾ ഒരു സാധനത്തിൻ്റെ ഒരു മാട്രിക്സിൻ്റെ ട്രാൻസ്പോസ് എഴുതി ട്രാൻസ്പോസ് ഈക്വൽ ടു എന്നെ കിട്ടിയാൽ അതെന്താണ്, സിമ്മട്രിക് ആണ്. സിമ്മട്രിക്. ഓക്കെ, അതിൻ്റെ ഒരു എക്സാമ്പിൾ നമുക്ക് വേണമെങ്കിൽ നോക്കാം. ഒരു എക്സാമ്പിൾ നമുക്ക് നോക്കാം. 1 2 2 -1. അപ്പോൾ അതിൻ്റെ എ ട്രാൻസ്പോസ് എന്താ, ഇതിന് ആദ്യം ഈ റോ ചെയ്താൽ ഈ കോളർ റോ ആക്കിയില്ല 1 2 ഇത് 2 -1. ഓക്കെ, എ ട്രാൻസ്പോസ് ഇതെന്താണ്, സിമ്മട്രിക് ആണ്. അതായത് ഒരു മാട്രിക്സിൻ്റെ ട്രാൻസ്പോസ് എഴുതിയാൽ ആ മാട്രിക്സ് തന്നെ കിട്ടുകയാണെങ്കിൽ അത് സിമ്മട്രിക്കും. സ്ക്യൂ സിമ്മട്രിക് എന്താ നോക്കാം. എ ട്രാൻസ്പോസ് എന്തായിരിക്കും, എ ട്രാൻസ്പോസ് ഈക്വൽ ടു മൈനസ് എ ട്രാൻസ്പോസ് എന്തായിരിക്കും, മൈനസ് എ ആയിരിക്കും. എ ട്രാൻസ്പോസ് നെഗറ്റീവ് എ കിട്ടുകയാണെങ്കിൽ ഇതാണ് സ്ക്യൂ സിമ്മട്രിക്. ഇതാണ് സ്ക്യൂ സിമ്മട്രിക് എന്ന് പറയുന്നത്. എ ട്രാൻസ്പോസ് എ തന്നെ കിട്ടുകയാണെങ്കിൽ സിമ്മട്രിക്കും, എ ട്രാൻസ്പോസ് ഒറിജിനൽ എയുടെ നെഗറ്റീവാണ് കിട്ടുന്നതെങ്കിൽ അതെന്താണ്, സ്ക്യൂ സിമ്മട്രിക് ആണ് എന്നും നമുക്ക് പറയാവുന്നതാണ്. ഓക്കെ, അപ്പോൾ നമ്മൾക്ക് ഇനി അടുത്തതുള്ളത് ഇതിൻ്റെ ഒരു എക്സാമ്പിൾ നമുക്ക് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും സംഭവം. ഓക്കെ, ഇതിൻ്റെ ഒരു എക്സാമ്പിൾ നോക്കാം. സ്ക്യൂ സിമ്മട്രിക്കിൻ്റെ ഒരു എക്സാമ്പിൾ നമുക്ക് നോക്കാം. എസ് ഈക്വൽ ടു 0 1 -1 0. ഓക്കെ, ഇതിന് എ ട്രാൻസ്പോസ് എന്ന് നിങ്ങൾക്ക് അറിയില്ല. ഇവിടെ ചെയ്താൽ ഈ കോളം റോക്ക് ചെയ്താൽ ഈ കോളം റോക്ക് ചെയ്താൽ 0 -1 ഇതെങ്ങനെ ചെയ്താൽ 1 0. ഓക്കെ, ചെയ്യുക. ഓക്കെ, ഇതിൽ നിന്ന് നമുക്ക് ഒരു മൈനസിനെ പുറത്തേക്ക് എടുത്താൽ എങ്ങനെയാകും, ഒരു മൈനസിനെ പുറത്തേക്ക് എടുത്താൽ 0 1 -1 0 ഇതെന്താണ്, എ ആണ്. നോക്കൂ, അപ്പോൾ ഇതെന്താണ് എ. അപ്പോൾ എങ്ങനെ വരും, മൈനസ് എ ആണ്. എന്ത്, സ്ക്യൂ സിമ്മട്രിക് എ ട്രാൻസ്പോസ് എഴുതിയാൽ അതെന്താണ്, മൈനസ് എ ആണ് വരിക. ഓക്കെ, ഇനി അടുത്തതാണ് നമുക്ക് പഠിക്കാനുള്ളതാണ് ഒരു തിയറം ഉണ്ട്. ഒരു തിയറമാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. രണ്ട് തിയറങ്ങൾ പഠിക്കാനുണ്ട്. അപ്പോൾ സിമ്മട്രിക്കും സ്ക്യൂ സിമ്മട്രിക്കും നിങ്ങൾക്ക് മനസ്സിലായി. എ ട്രാൻസ്പോസ് എ ആണെങ്കിൽ സിമ്മട്രിക്കും, എ ട്രാൻസ്പോസ് ഈക്വൽ ടു മൈനസ് എ ആണെങ്കിൽ സ്ക്യൂ സിമ്മട്രിക്കുമാണ്. നമുക്ക് തിയറം നോക്കാം. തിയറം 1 എന്താ നമുക്ക് നോക്കാം. ഒന്നാമത്തെ തിയറം എന്താ, ഫോർ എനി സ്ക്വയർ മാട്രിക്സ് A plus A transpose is symmetric and A minus A transpose is skew symmetric. For any square matrix, ഏതൊരു സ്ക്വയർ മാട്രിക്സ് ഓഫ് എ ആയാലും അതിൻ്റെ A plus A ട്രാൻസ്പോസ് സിമ്മട്രിക്കും A minus A ട്രാൻസ്പോസ് എന്തായിരിക്കും, സ്ക്യൂ സിമ്മട്രിക്കും ആയിരിക്കും. സ്ക്യൂ സിമ്മട്രിക്. അതാണ് തിയറം 1. തിയറം 1 എന്താ, ഫോർ എനി സ്ക്വയർ മാട്രിക്സ്, ഏതൊരു സ്ക്വയർ മാട്രിക്സും എ എന്ന ഏതൊരു സ്ക്വയർ മാട്രിക്സിലെയും എ പ്ലസ് എ ട്രാൻസ്പോസ് സിമ്മട്രിക്കും എ മൈനസ് എ ട്രാൻസ്പോസ് സ്ക്യൂ സിമ്മട്രിക്കും ആയിരിക്കുമെന്നാണ് തിയറം 1 ഇവിടെ പറയുന്നത്. നമുക്ക് അതിൻ്റെ ഒരു പ്രൂഫ് നമുക്ക് എന്തായാലും പ്രൂഫ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പ്രൂഫ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, നമ്മൾ മനസ്സിലാക്കാനാണ്. അപ്പോൾ നമുക്കത് നോക്കാം. പ്രൂഫ് നോക്കാം. പ്രൂഫാണ് നമ്മൾ ചെയ്യുന്നത്.
എ പ്ലസ് എ ട്രാൻസ്പോസ് ഓൾ ട്രാൻസ്പോസ്. എന്ത് ചെയ്താൽ നമുക്ക് നമ്മൾ പറഞ്ഞില്ലേ എ പ്ലസ് ഓർ ബി മൈനസ് എ പ്ലസ് ഓർ മൈനസ് ബി ട്രാൻസ്പോസ് നമുക്ക് എങ്ങനെയൊക്കെ എഴുതാൻ പറഞ്ഞാണ് എ ട്രാൻസ്പോസ് പ്ലസ് ബി. അപ്പം അതേമാതിരി നമുക്ക് എഴുതാം എ ട്രാൻസ്പോസ് എഴുതാം പ്ലസ് എ ട്രാൻസ്പോസ് ഓൾ ട്രാൻസ്പോസ് എഴുതാം. അപ്പം എന്ത് ചെയ്യും എ ട്രാൻസ്പോസ് പ്ലസ് എ ട്രാൻസ്പോസ് പ്ലസ് എ that is okay a plus that is a plus a transpose is symmetric. ഇതാണ് പ്രൂഫ് ഒന്ന്. രണ്ടാമത്തെ സ്ക്യൂ സിമെട്രിക്കിൻ്റെ പ്രൂഫാണ് നിങ്ങൾ എങ്ങനെ തെളിയിക്കാം. സ്ക്യൂ സിമെട്രിക്കിൻ്റെ പ്രൂഫാണ് എ മൈനസ് എ ട്രാൻസ്പോസ് ഓൾ ട്രാൻസ്പോസ് ഈക്വൽ ടു എ ട്രാൻസ്പോസ് പ്ലസ് മൈനസ് എ ട്രാൻസ്പോസ് ഓൾ ട്രാൻസ്പോസ്. ഓക്കെ, മനസ്സിലാവുണ്ടെന്ന് കരുതുന്നു. എ ട്രാൻസ്പോസ് മൈനസ് എ, ഇതിൽ നിന്ന് മൈനസിനെ നമുക്ക് ഞാൻ തല കുത്തനെ എഴുതാം. എ മൈനസ് എ ട്രാൻസ്പോസ് മൈനസ് ചെയ്തു. അപ്പോൾ ഇതെന്താണ് എ മൈനസ് എ ട്രാൻസ്പോസ് എന്താണ് സ്ക്യൂ സിമെട്രിക് ആണ്. എ മൈനസ് എ ട്രാൻസ്പോസ് സ്ക്യൂ സിമെട്രിക്കും എ പ്ലസ് എ ഓൾ ട്രാൻസ്പോസ്. അപ്പോൾ തിയറം 3 നമ്മൾ പ്രൂവ് വരെ ചെയ്തു. എ പ്ലസ് എ ട്രാൻസ്പോസ് സിമെട്രിക്കും എ മൈനസ് എ ട്രാൻസ്പോസ് സ്ക്യൂ സിമെട്രിക്കുമാണെന്ന് നമ്മൾ എന്ത് ചെയ്തു മനസ്സിലാക്കി കഴിഞ്ഞു. പിന്നെ ഈ തിയറം 1 വെച്ചിട്ടാണ് നമുക്ക് എന്ത് ചെയ്താം ഒരു ക്വസ്റ്റ്യൻ ചെയ്ത് വെക്കാം. തിയറം 1 വെച്ചിട്ടാണ് ഒരു ക്വസ്റ്റ്യൻ ആണ്. തിയറം 1 എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടെന്ന് കരുതുന്നു. എ പ്ലസ് എ ട്രാൻസ്പോസ് സിമെട്രിക്കും എ മൈനസ് എ ട്രാൻസ്പോസ് സ്ക്യൂ സിമെട്രിക്കും ആണെന്നാണ് തിയറം 1 പറയുന്നത്. അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്കൊരു ക്വസ്റ്റ്യൻ നോക്കാം. നമ്മൾ കൺസിഡർ എസ് ഈക്വൽ ടു എന്താണ് 4 5 6 2 5 1. ഓക്കെ, ആൻഡ് ബി ഈസ് ഈക്വൽ ടു എന്താണ് 2 -1 4 1 5 6. നമ്മളെന്താ പറയുന്നത് വെരിഫൈ ദാറ്റ് എന്തെന്ന് പറഞ്ഞാൽ എ ട്രാൻസ്പോസ് ഈക്വൽ ടു വെരിഫൈ എ ട്രാൻസ്പോസ് ഓൾ ട്രാൻസ്പോസ് ഈക്വൽ ടു എ ആണെന്നും പിന്നെ വേറെ എന്ത് ചെയ്യുന്നു എ പ്ലസ് ബി ഓൾ ട്രാൻസ്പോസ് ഈക്വൽ ടു എ ട്രാൻസ്പോസ് പ്ലസ് ബി ട്രാൻസ്പോസ് ആണെന്ന് തെളിയിക്കാൻ പറയുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം നോക്കാം എ ട്രാൻസ്പോസ് ഓൾ ട്രാൻസ്പോസ്. നമുക്ക് ആദ്യം എ ട്രാൻസ്പോസ് ചെയ്താൽ എ ട്രാൻസ്പോസ് നമ്മളെങ്ങനെ എ ട്രാൻസ്പോസ് ചെയ്താൽ ആദ്യം ഈ കോളവും റോസും ഇൻ്റർചേഞ്ച് ചെയ്യും. ആദ്യം ഈ കോള ഇൻ്റർചേഞ്ച് ചെയ്യും. 4 2 5 5 6 1. ഈ റോ എന്താവും ഈ കോളം എന്താവും റോ ആയി മാറും. ഓക്കെ, ഇതാണ് എ ട്രാൻസ്പോസ്. ഇതിൻ്റെയും ട്രാൻസ്പോസ് ആണ് എ ട്രാൻസ്പോസ് ഓൾ ട്രാൻസ്പോസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ട്രാൻസ്പോസ് നമ്മളെങ്ങനെ എഴുതാം ഈ കോളത്തെ നമ്മൾ റോ ആക്കി ചെയ്തു. എങ്ങനെ 4 5 6. ഈ കോളത്തെ നമ്മൾ റോ ആക്കി ചെയ്തു 2 5 1. That is equal to A. അപ്പോൾ എന്താണ് A ട്രാൻസ്പോസ് ഓൾ ട്രാൻസ്പോസ് ഈക്വൽ ടു A is ട്രാൻസ്പോസ്. വെരിഫൈ ചെയ്ത് നമ്മൾ. അപ്പോൾ നമ്മൾ നിങ്ങളൊന്ന് വീഡിയോ പൗസ് ചെയ്തുകൊണ്ട് ഇതൊന്ന് എടുത്ത് എഴുതുക. നമുക്ക് ഇതിന് കുറച്ച് സ്പേസ് ആവശ്യമുള്ളതുകൊണ്ട് നമ്മൾ ഒന്നാമത്തെ ആൻസർ ഇവിടെ എന്ത് ചെയ്യുകയാണ് ഇത് മായ്ക്കുകയാണ്. അപ്പോൾ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്താണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ വളരെ സിമ്പിൾ ആയിട്ടാണ് ഇവിടെ തന്നെ പറഞ്ഞിരിക്കുന്നത്. എ ട്രാൻസ്പോസ് പ്ലസ് ബി ട്രാൻസ്പോസ് എ പ്ലസ് ബി ഓൾ ട്രാൻസ്പോസ് ആണ് ഈക്വൽ ടു എ ട്രാൻസ്പോസ് പ്ലസ് ബി ട്രാൻസ്പോസ്. അപ്പോൾ ആദ്യം നമുക്ക് എ പ്ലസ് ബി ഒന്ന് കാണണം. എ പ്ലസ് ബി ഓർ എ പ്ലസ് ബി നമ്മൾ ഇനിയിപ്പോൾ ഇൻഡിവിജ്വലായി നിങ്ങൾ എടുത്ത് എഴുതാൻ ആവശ്യമൊന്നുമില്ലല്ലോ. എനിക്ക് മനസ്സിലായിട്ടില്ല. ഞാൻ സെക്കൻഡ് ക്ലാസ്സിൽ തന്നെ തുടങ്ങിയതാണ് ഈ അഡീഷനും മാട്രിക്സിൻ്റെ അഡീഷനൊക്കെ. അപ്പോൾ എന്താണ് എ പ്ലസ് ബി നമ്മൾ കറസ്പോണ്ടിങ് ആയ എലമെൻറ്റ്സിൻ്റെ ആഡ് ചെയ്താൽ മതി. 4 + 2 എത്ര 4 + 2 എത്ര 6 5 -5 + -1 4 6 + 4 10 2 + 1 2 + 1 എത്ര 3 5 + 5 10 1 + 6 7. ഓക്കെ, ഇതാണ് എ പ്ലസ് ബി. ഇതിൻ്റെ ട്രാൻസ്പോസ് നമുക്ക് കാണണം. ഇതിൻ്റെ ട്രാൻസ്പോസ് എങ്ങനെ നമുക്ക് കാണാം ഈ കോളത്തിൽ നമ്മൾ റോ ആക്കി ചെയ്താൽ 6 3. ഈ കോളത്തിൽ നമ്മൾ റോ ആക്കി ചെയ്താൽ 4 10. ഈ കോളത്തിൽ നമ്മൾ റോ ചെയ്താൽ 10 7. ഇതാണ് എ ട്രാൻസ്പോസ്. നമ്മളോട് എന്താ പറഞ്ഞിട്ടുണ്ട് എ പ്ലസ് ബി
ട്രാൻസ്പോസ്. നമ്മുടെ ഇത് രണ്ടും എയർ ട്രാൻസ്പോസിൻ്റെയും ബി ട്രാൻസ്പോസിൻ്റെയും സമ്മാണെന്ന് നമ്മൾ തെളിയിക്കണം ഇത്. അപ്പോൾ നമ്മൾ എയർ ട്രാൻസ്പോസ് ആദ്യം കാണാം. എയർ ട്രാൻസ്പോസ് ഏതാ? എയർ ട്രാൻസ്പോസ് 4 2 5 5 6 1 ഇതാണ് എയർ ട്രാൻസ്പോസ്. ബി ട്രാൻസ്പോസ് ഏതാ? ബി ട്രാൻസ്പോസ് ഈ കോളത്തെ നമ്മൾ റോ ചെയ്ത 1 -1 5 4 6. ഓക്കെ, അപ്പോൾ നമുക്ക് പറയാനുള്ളത് എയർ ട്രാൻസ്പോസ് പ്ലസ് ബി ട്രാൻസ്പോസ് എന്താണ് നമുക്ക് നോക്കുക? 4 + 2 6 2 + 1 3 5 plus -1 4 5 + 5 10 6 + 10 7. wow, that's equal to ഇതാണ്. അപ്പോൾ നമ്മൾ എന്ത് പ്രൂവ് ചെയ്തു? എ പ്ലസ് ബി ഓൾ ട്രാൻസ്പോസ് ഈക്വൽ ടു എ ട്രാൻസ്പോസ് പ്ലസ്. അപ്പോൾ തിയറം 1 നമ്മൾ മനസ്സിലാക്കി. എ മൈനസ് എ ട്രാൻസ്പോസ് ക്യൂ സിമെട്രിക്കും എ പ്ലസ് എ ട്രാൻസ്പോസ് സിമെട്രിക് ആണെന്ന് മനസ്സിലാക്കി. ഇനി രണ്ടാമത്തെ തിയറമാണ് എന്താ വെച്ചാൽ ഇഫ് എനി സ്ക്വയർ മാട്രിക്സ് ക്യാൻ ബി എക്സ്പ്രസ്ഡ് ആസ് ദ സം ഓഫ് സിമെട്രിക് ആൻഡ് സ്ക്യൂ സിമെട്രിക്. ഒന്നും മനസ്സിലായില്ലല്ലോ. അതായത് ഏതൊരു മെട്രിക്സും സ്ക്വയർ മെട്രിക്സും എക്സ്പ്രസ് ചെയ്യുന്നത് സിമെട്രിക്കിൻ്റെയും സ്ക്യൂ സിമെട്രിക്കിൻ്റെയും സമ്മായിരിക്കും എന്നാണ്. ഏതൊരു സ്ക്വയർ മെട്രിക്സും എക്സ്പ്രസ് ചെയ്യുന്നത് സിമെട്രിക്കിൻ്റെയും സ്ക്യൂ സിമെട്രിക്കിൻ്റെയും സമ്മായിരിക്കുമെന്നാണ് ഇതിൽ പറയുന്നത്. അപ്പോൾ നമുക്ക് ഒന്ന് അതിൻ്റെ പ്രൂഫ് നോക്കാം. പ്രൂഫ് എങ്ങനെ നോക്കാം? നമുക്ക് പ്രൂഫാണ്. അതായത് എന്ന സ്ക്വയർ മാട്രിക്സ് എങ്ങനെയായിരിക്കും? ഓഫ് എ പ്ലസ് എ ട്രാൻസ്പോസ് പ്ലസ് ഓഫ് എ മൈനസ് എ ട്രാൻസ്പോസ്. അത് നമുക്ക് എങ്ങനെ എഴുതാം? എ പ്ലസ് എ ട്രാൻസ്പോസ് ഡിവൈഡഡ് ബൈ 2 പ്ലസ് എ മൈനസ് എ ട്രാൻസ്പോസ് ഡിവൈഡഡ് ബൈ 2. ഇതെന്താണ്? എ പ്ലസ് എ ട്രാൻസ്പോസ് സിമെട്രിക്കും ആണ്, എ മൈനസ് എ ട്രാൻസ്പോസ് പ്ലസ് ക്യൂ സിമെട്രിക്കും ആണ്. അത് ശരിയല്ല. ഇഫ് എനി സ്ക്വയർ മാട്രിക്സ് ക്യാൻ ബി എക്സ്പ്രസ്ഡ് ആസ് ദ സം ഓഫ് സിമെട്രിക് ആൻഡ് സ്ക്യൂ സിമെട്രിക്. അതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. അതായത് എ പ്ലസ് എ ട്രാൻസ്പോസ് ഡിവൈഡഡ് ബൈ 2 പ്ലസ് എ മൈനസ് എ ട്രാൻസ്പോസ് ഡിവൈഡഡ് ബൈ 2 ആഡ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? എ കിട്ടും. ഏതൊരു സ്ക്വയർ മാട്രിക്സും നമുക്ക് അതുവഴി കിട്ടാവുന്നതാണ്. നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. ഈ എക്സാമ്പിൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ പാഠം ഇവിടെ അവസാനിക്കും. ഈ പാഠം വളരെ ഇമ്പോർട്ടൻ്റ് ആയ പാഠം തന്നെയാണ്, നിങ്ങളെല്ലാവരും മനസ്സിലാക്കുക. അപ്പോൾ ഫ്രണ്ട്സ്, ബാക്ക്ഗ്രൗണ്ടിൽ ചില ശബ്ദങ്ങളൊക്കെ ഉണ്ട്. സാഹചര്യത്തിനനുസരിച്ച് നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതുണ്ട്. അതാണ് ഈ വീഡിയോ നമുക്ക് ക്വസ്റ്റ്യൻസ് മാത്രമായിട്ട് വേറൊരു വീഡിയോ നമ്മളെ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ നോക്കാം. എക്സ്പ്രസ് ദ മെട്രിക്സ് ക്യാൻ ബി സം ഓഫ് സിമെട്രിക് ആൻഡ് സ്ക്യൂ സിമെട്രിക്. അപ്പോൾ നമുക്ക് ഏതാണ് എന്ന ട്രാൻസ്പോസ്? അതൊരു എ എന്ന മെട്രിക്സ് ആണ് 1 5 -1 2. അപ്പോൾ നമ്മോട് എന്താ പറഞ്ഞത്? This can be expressed as a sum of symmetric and skew symmetric. അപ്പോൾ ആ തിയറം 2 ആണ് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ നമ്മൾ എങ്ങനെ എഴുതും? എ പ്ലസ് എ ട്രാൻസ്പോസ് ഡിവൈഡഡ് ബൈ 2 പ്ലസ് എ മൈനസ് എ ട്രാൻസ്പോസ് ഡിവൈഡഡ് ബൈ 2. അപ്പോൾ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? എ ട്രാൻസ്പോസ് എന്ന് കാണാം. എ ട്രാൻസ്പോസ് എങ്ങനെ കാണാം? എ ട്രാൻസ്പോസ് എന്താണ്? ഈ കോളം റോ ചെയ്താൽ 1 -1 5 2 നമ്മൾ കണ്ടെത്തി. ഇനി നമുക്ക് എന്താ കണ്ടെത്താനുള്ളത്? എ പ്ലസ് എ ട്രാൻസ്പോസ് ഇനി നമ്മൾ എടുത്ത് ചെയ്തതിന് ആവശ്യമില്ല, നിങ്ങൾക്ക് അറിയാവുന്നതാണ്. ഇനി എന്താ ചെയ്യാൻ പോകുന്നത്? കറസ്പോണ്ടിങ് എലമെൻറ്റ്സ് എന്ത് ചെയ്യും? ആഡ് ചെയ്യുന്നതല്ല. 1 + 1 2 ആണ്, 5 + -1 4 ആണ്, -1 4 ആണ്, 2 + 2 4 ആണ്. ഓക്കെ, അപ്പോൾ എ പ്ലസ് എ ട്രാൻസ്പോസ് ഡിവൈഡഡ് ബൈ 2 എന്ന് പറഞ്ഞാൽ എങ്ങനെ ഇപ്പോൾ ഇതാ ഈ എ പ്ലസ് എ ട്രാൻസ്പോസ് എന്ന മാട്രിക്സിലെ എല്ലാ എലമെൻറ്റ്സിലെയും നമ്മൾ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. 2 കൊണ്ട് എന്ത് ചെയ്യണം? ഡിവൈഡ് ചെയ്യണം. നമ്മൾ കറസ്പോണ്ടിങ് എലമെൻറ്റ്സിനെ എന്ത് ചെയ്യും? നമ്മളിപ്പോൾ മൾട്ടിപ്പിൾ ചെയ്യുമ്പോൾ അങ്ങനെ തന്നെയല്ലേ? എല്ലാ എലമെൻറ്റ്സിനെയും മൾട്ടിപ്പിൾ ചെയ്യുന്ന പോലെ എല്ലാ എലമെൻറ്റ്സിനെയും ഡിവൈഡ് ചെയ്യുക. അപ്പോൾ എന്താ കിട്ടുക? 2/2 1 4/2 2 4/2 2 4/2 2 2 തന്നെയാണ്. ഓക്കെയാണ്. അപ്പോൾ നമുക്കുള്ളത് ഇനി എ മൈനസ് എ ട്രാൻസ്പോസ് ആണ്. എടുത്ത് എ ട്രാൻസ്പോസ് എടുത്ത് എഴുതുന്നില്ല. ഇവിടെ നമുക്ക് മനസ്സിലാക്കുന്നതാണോ? 1 - 1 0 5 -1 6 ആണ്, -1 5 -6 ആണ്, 2 - 2 0 ആണ്. അപ്പോൾ എ മൈനസ്
എ ട്രാൻസ്പോസ് ഡിവൈഡഡ് ബൈ 2 എന്ന് പറയുമ്പോൾ എങ്ങനെയായിരിക്കും 0/2 0 6/2 3 -3 0. അതായത് ഓരോ എലമെന്റ്സിനെയും നമ്മൾ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എങ്ങനെയാണ് കിട്ടുക. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് കിട്ടേണ്ടത്? സ്ക്വയർ മാട്രിക്സ് ക്യാൻ ബി ഇഫ് എനി സ്ക്വയർ മാട്രിക്സ് ക്യാൻ ബി എക്സ്പ്രസ്ഡ് ആസ് എ സം ഓഫ് സിമെട്രിക് ആൻഡ് സ്ക്യൂ സിമെട്രിക്. അപ്പോൾ ഏത് സിമെട്രിക്കിൻ്റെയും സ്ക്യൂ സിമെട്രിക്കിൻ്റെയും സമ്മായിരിക്കും എന്നാണ് തിയറം 2 പ്രസ്താവിക്കുന്നത്. അപ്പോൾ എ പ്ലസ് എ ട്രാൻസ്പോസ് ഡിവൈഡഡ് ബൈ 2 പ്ലസ് എ മൈനസ് എ ട്രാൻസ്പോസ് ഡിവൈഡഡ് ബൈ 2. അപ്പം എ പ്ലസ് എ ട്രാൻസ്പോസ് ഏതാണ്? 1 2 2 2. എ മൈനസ് എ ട്രാൻസ്പോസ് ഏതാണ്? പ്ലസ് എ മൈനസ് എ ട്രാൻസ്പോസ് ഡിവൈഡഡ് ബൈ 2 ഏതാണെന്ന് നോക്കേണ്ടത്. 0 3 -3 0. അപ്പം നമുക്ക് ആൻസർ എന്താ കിട്ടുക? 1 0 0 5 2 പ്ലസ് -3 -1 2 പ്ലസ് 0 2. ഇത് തന്നെയല്ലേ നമ്മുടെ തിയറം. അപ്പോൾ തിയറം 2 നമ്മളിവിടെ പ്രൂവ് ചെയ്തിരിക്കുകയാണ്. തിയറം 2 എന്താണ്? ഇഫ് എനി സ്ക്വയർ മാട്രിക്സ് ക്യാൻ ബി എക്സ്പ്രസ്ഡ് ആസ് ദ സം ഓഫ് സിമെട്രിക് ആൻഡ് സ്ക്യൂ സിമെട്രിക്. ഏതൊരു സ്ക്വയർ മാട്രിക്സും സിമെട്രിക്കിൻ്റെയും സ്ക്യൂ സിമെട്രിക്കിൻ്റെയും ആഡ് ചെയ്ത് കിട്ടുന്നതാണെന്നാണ്, സമ്മായിരിക്കുമെന്നാണ് തിയറം 2 പ്രസ്താവിക്കുന്നത്. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ മെട്രിക്സ് ഇവിടെ അവസാനിച്ചു. മെട്രിക്സ് എന്ന ചാപ്റ്റർ നമ്മളിവിടെ ക്ലോസ് ചെയ്തു. കഴിഞ്ഞ 3 പാട്ട് നിങ്ങൾ പഠിച്ച ശേഷം 4ാമത്തെ പാട്ട് കാണുക. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക? ഇത് ഒന്നായിട്ട് പഠിക്കുക. ഇത് കഴിഞ്ഞ 2 ദിവസത്തിന് ശേഷം നമ്മൾ എന്ത് ചെയ്യും? മെട്രിക്സിലെ ക്വസ്റ്റ്യൻസ് മാത്രം ഒന്ന് അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ ആ ക്വസ്റ്റ്യൻസൊക്കെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നൊക്കെ നിങ്ങൾ മനസ്സിലാക്കാൻ ഒന്ന് ശ്രമിക്കുക. അപ്പോൾ ഫ്രണ്ട്സ്, എൻ്റെ വീഡിയോ നിങ്ങൾ ആദ്യമായാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക്, നിങ്ങൾക്ക് വീഡിയോ ഉപകാരപ്പെട്ട നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യുക. അപ്പോൾ താങ്ക് യു ഫ്രണ്ട്സ്.